ഓക്കെ, നമ്മൾ വന്നോട്ടാ. നമ്മുടെ ശരിയായിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. കേട്ടാ, എല്ലാവരും എന്തായാലും വെയിറ്റ് ചെയ്ത് നിന്നു. നിങ്ങൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങളത് ചെയ്ത് തീർക്കണം കേട്ടാ. നമുക്കിനി ഇതിലേക്ക് വരാം. നമ്മളൊന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്കിത് സെറ്റായി. ഓക്കെ, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, കുറച്ച് പേര് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോർമുലയും തന്നിട്ടുണ്ട്. അതിനി മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ പ്രോബ്ലം ഒന്നുകൂടി നമുക്ക് ചെയ്യാം അല്ലെ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? 15 പേരുള്ള ഒരു സംഘത്തിന്റെ ശരാശരി ദൂരം അല്ലെ. അല്ലെ, ഞാൻ പോയോ? ഓക്കെ, നമുക്ക് 15 പേരുള്ള സംഘത്തിന്റെ ശരാശരി തൂക്കമാണ് നമ്മൾ പറഞ്ഞത് 30 kg അല്ലെ. ഇതിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തു പോയി അല്ലെ. 25 kg ഉള്ള ഒരാൾ പോയി. ഇപ്പൊ 15 kg 15 പേരുടെ സംഘത്തിന് 30 kg എന്ന് പറയുമ്പോൾ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? അവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? നമ്മൾ 15 ഇൻറ്റു 30 ചെയ്യുമ്പോൾ അവർ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 450 kg അല്ലായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇനി അതിൽ നിന്ന് നമുക്ക് മറ്റൊരാൾ സംഘത്തിൽ ചേർന്നു അല്ലെ. ഇതിൽ നിന്ന് പുറത്തു പോയ ആൾ 25 കിലോഗ്രാം തൂക്കമുള്ള ആൾ പുറത്തു പോയി. അപ്പൊ ഇവരുടെ വെയിറ്റ് എത്രയായിരിക്കും? അപ്പൊ ഇവരുടെ ആൾക്കാരുടെ എണ്ണം എത്രയായിരിക്കും? ആൾക്കാരുടെ എണ്ണം 14 ആയിട്ടുണ്ടാവും അല്ലെ. 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോകുമ്പോ 14 പേരുണ്ടാവും. അയാൾക്ക് 25 കിലോഗ്രാം എന്ന് പറയുമ്പോൾ അയാൾ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള വെയിറ്റ് എത്രയായിരിക്കും? 425 ആയിരിക്കും. അതായത് 14 പേരുടെ വെയിറ്റ് 425 ആയിരിക്കും അല്ലെ. ഇനി മറ്റൊരാൾ സംഘത്തിൽ ചേർന്നു. എഗെയിൻ അത് 15 പേരായിട്ട് മാറി. അപ്പൊ നമ്മുടെ ശരാശരി 32ആയി. ശരാശരി 32ആയി എന്ന് പറയുമ്പോൾ 15 പേരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? രണ്ടാമത്തെ കേസിൽ 15 ഇൻറ്റു 32 നമ്മൾ ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്രയാ? 0 ബാക്കി 1 ബാക്കി 4 അല്ലെ. 480 നമുക്ക് വരും അല്ലെ. 480. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കണം എന്നിട്ടാ, പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം എത്രയാണ്? പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം എത്രയായിരിക്കും അല്ലെ. പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 പേരുടെ ഭാരം 425 ആയിരുന്നു. പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം കൂട്ടി ഭാഗം 480 നമ്മളപ്പോ എന്ത് ചെയ്യണം? 480 നിന്നും ഈ പറഞ്ഞ 425 ഒന്ന് കുറച്ചാൽ മതി അല്ലെ. ഓക്കെ, 55 നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടാ? നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ സമയം എടുത്ത് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. മേ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ അടുത്തത് പറയാം അല്ലെ. ഇതിന്റെ പിന്നെ പ്രോബ്ലം നമുക്ക് ഇതിന്റെ ഒരു ഫോർമുല നോക്കാം. നമ്മൾക്ക് ഇതിനൊരു ഫോർമുല ഉണ്ട്. അതായത് പുതിയതായിട്ട് വന്ന ഒരു കുട്ടിയുടെ മാർക്കോ വയസ്സോ തൂക്കമോ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോയ ആളുടെ തൂക്കം ഇവിടെ എത്രയാ? ഇവിടെ 25 അല്ലെ. പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. അംഗസംഖ്യ നമുക്ക് 15 തന്നെയാണ്. ശരാശരിയിലെ വർധനവ് എത്രയാ? 2. കാരണം പോയി അല്ലെ, തിരിച്ചു വന്നപ്പോ ശരാശരി ആദ്യം 30 അല്ലെ. ആദ്യം 30 പിന്നെ ശരാശരി എത്രയായി? 32 മാറി. ഇപ്പൊ ശരാശരിയിലെ വർധനവ് എത്രയാ? 2. അപ്പൊ നമ്മൾ അത് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരാ? 25 അല്ലെ. 25 നമുക്കിവിടെ പ്ലസ് ആണ് വരാ, കാരണം കൂടല്ലേ ചെയ്തത്. ഇൻറ്റു അംഗസംഖ്യ 15 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 30. അപ്പൊ 25 പ്ലസ് 30 ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടും. ഫോർമുല ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാം. ഫോർമുല ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ നമുക്ക് ഈ മെത്തേഡിലും ചെയ്യാം. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡൊന്നുമല്ല അല്ലേ. നമുക്ക് ഈ പറഞ്ഞ രീതിയിലും ചെയ്യാം. ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറയാം. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? അടുത്തേക്ക് പോകണോ? ആരെങ്കിലും വീണ്ടും ഒന്നും കൂടി പറയണമെങ്കിൽ ഒന്ന് പറയാട്ടാ. ആരെങ്കിലും
നിങ്ങൾക്കൊന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തയിലേക്ക് പോകണം. ആരൊന്നും പറയുന്നില്ല. കിട്ടുന്നത് കൊണ്ടാണോ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാണ്. അടുത്ത പ്രോബ്ലം ഇതാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് എടുത്തു ട്ടാ. അയാളുടെ 16th കളിയിൽ അയാൾ എത്ര റൺസ് എടുത്തു? 80 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 2 റൺസിന്റെ വർധനവ് ഉണ്ടായെങ്കിൽ 16 കളികളിലായി അയാളുടെ ശരാശരി എന്ത്? ഇതെങ്ങനെ ചെയ്യാം നമുക്ക്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കട്ടാ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്ക്, എന്നിട്ട് ഞാൻ പറയാം. അല്ലെ, 16ാമത്തെ കളിയിൽ അയാൾ 80 റൺസും കൂടി എടുത്തപ്പോ അയാൾ ആകെ 16 കളിയായി. അപ്പൊ അയാളുടെ ശരാശരിയിൽ 2 റൺസിന്റെ വർധനവ് ഉണ്ടായി. അപ്പോ 16 കളികളിലായിട്ടുള്ള അയാളുടെ ശരാശരി എന്താണ്? 16 കളിയുടെയും കൂടി റൺസ് കൂട്ടിയാൽ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം വായിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷൻ പറയാം. അതായത് നമുക്ക് അറിയില്ലല്ലോ, അയാള് നമുക്ക് ശരാശരികളൊന്നും അങ്ങനെ തന്നിട്ടില്ല. ആകെ ഒരു 2 റൺസിന്റെ വർധനവ് മാത്രമേ തന്നിട്ടുള്ളൂ. 16ാമത്തെ കളിയിലെ റൺസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? 16ാമത്തെ മത്സരത്തിന് ശേഷമുള്ള അയാളുടെ റൺസിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതായത് 16ാമത്തെ മത്സരത്തിന് ശേഷമുള്ള ശരാശരി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ശേഷമുള്ള ശരാശരി നമ്മൾ എന്തായിട്ട് എടുക്കും? നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ എക്സ് ആയിട്ട് എടുക്കാം. 16ാമത്തെ കളിക്ക് ശേഷമുള്ള ശരാശരി. അപ്പൊ നമുക്ക് ഒരു കാര്യം നോക്കാം. അപ്പൊ 16ാമത്തെ കളി കഴിഞ്ഞിട്ട് അയാളുടെ ശരാശരി എക്സ് ആണെങ്കിൽ 16ാമത്തെ കളിക്ക് മുമ്പുള്ള ശരാശരി എത്രയായിരിക്കും? 16ാമത്തെ കളിക്ക് മുമ്പുള്ള ശരാശരി, അതായത് നമ്മൾ പറഞ്ഞു 16ാമത്തെ കളി കളിച്ചപ്പോ ശരാശരി 2 കൂടി. അപ്പോ ഇതിനു മുമ്പുള്ള ശരാശരി എത്രയായിരിക്കും? എക്സ് മൈനസ് 2 ആയിരിക്കും. അല്ലെ, എക്സ് മൈനസ് 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ടോട്ടൽ എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതായത് 16ാമത്തെ കളിക്ക് മുമ്പുള്ള ശരാശരി എക്സ് മൈനസ് 2 ആണ്. അതായത് അയാളുടെ 15 കളിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 2 ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? 15 കളിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാ? 15 കളിയുടെ ശരാശരി എത്രയാ? ശരാശരി എത്രയാ? എക്സ് മൈനസ് 2. മനസ്സിലായ? 15 കളിയുടെ ശരാശരി എക്സ് മൈനസ് 2 ആണ്. അപ്പൊ 15 കളിയിലും കൂടി അയാൾ എടുത്ത ആകെ റൺസ് എത്രയായിരിക്കും? 15 ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി 16 കളിയുടെയും കൂടി റൺസ് കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ 16ാമത്തെ കളിയുടെ റൺസ് ആയിട്ടുള്ള 80 കൂട്ടണം. എന്നിട്ട് ഇതിന്റെ ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന സംഭവം. കിട്ടിയോ നിങ്ങൾക്ക്? അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. 16ാമത്തെ കളിയിൽ അയാൾ 80 റൺസ് എടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ 16ാമത്തെ മത്സരത്തിന് ശേഷമുള്ള അയാളുടെ ശരാശരി, അതായത് എല്ലാ മത്സരത്തിലും അയാൾ കുറെ റൺസ് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ 16ാമത്തെ മത്സരത്തിന് ശേഷമുള്ള അയാളുടെ ശരാശരി റൺസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ കളിക്ക് മുമ്പുള്ള ശരാശരി എന്ന് വെച്ചാൽ അയാളുടെ 15 കളിയുടെ ശരാശരി എത്രയായിരിക്കും? എക്സിൽ നിന്ന് 2 കുറയ്ക്കണതല്ലേ? കാരണം 16ാമത്തെ കളി കളിച്ചപ്പോ അയാൾക്ക് റൺസ് 2 കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ശരാശരി 2 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 15 കളിയുടെ ശരാശരി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് ആകെ റൺസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 15 കളിയുടെ, അല്ലെ, 15 ഇൻറ്റു എക്സ് മൈനസ് 2, 15 കളിയുടെ ശരാശരി എക്സ് മൈനസ് 2 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കിട്ടാനായിട്ട് എന്ത് ചെയ്യും? എണ്ണം ഇൻറ്റു ശരാശരി ചെയ്യണ്ടേ? 15 ഇൻറ്റു എക്സ് മൈനസ് 2 ചെയ്തു. അതിന്റെ കൂടെ നമ്മൾ 80 കൂട്ടി, 16ാമത്തെ കളിയുടെ 80 കൂട്ടി. അപ്പൊ ഇത് മൊത്തം റൺസ് ആണ്. ഈ 15 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 80 എന്ന് പറയുമ്പോൾ മൊത്തം റൺസ് ആണ്. ഡിവൈഡ് 16 ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അല്ലെ, ഇതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക? 15 എക്സ് മൈനസ് 30. എങ്ങനെ ചെയ്യണ്ടേ? 15 ഇൻറ്റു എക്സ്, 15 ഇൻറ്റു 2 30, അല്ലെ, മൈനസ് 30 പ്ലസ് 80 ഈക്വൽ ടു ഈ 16 ഇങ്ങോട്ട് പോകും. അല്ലെ, ഈ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും 16 എക്സ്.
നമ്മുടെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ നമുക്ക് ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യും. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് മാറണതൊക്കെ ചിലപ്പോൾ ഒന്നുകൂടിയൊക്കെ പറഞ്ഞു എന്ന് വരും. അപ്പൊ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നവരും ക്ഷമിക്കാട്ടാ. ഇനി നമ്മൾ എക്സിനെല്ലാം ഒരു സൈഡിലേക്ക് ആക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ എന്താ പറയാ, ഇവിടെ 15x മൈനസ് 80 മൈനസ് 30 ചെയ്യുമ്പോൾ നമുക്ക് 50 അല്ലേ വരാം, ഈക്വൽ ടു 16x. 16x നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, 16 മൈനസ് 15 വരാം. അപ്പൊ നമുക്ക് എന്താവും, 15. ഞാൻ ഫുൾ എഴുതി കാണിക്കാം, പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. 15 ഈ പ്ലസ് ഇങ്ങോട്ട് പോരുമ്പോ മൈനസ് ആവും. 15x മൈനസ് 16x ഈക്വൽ ടു നമുക്ക് എന്താ പറയാ, നമുക്ക് 50 ആണ് വരാം അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ പ്ലസ് ആണ് വരാം, പ്ലസ് പ്ലസ്. ഓക്കെ, ഇവിടെ പ്ലസ് അല്ലേ വരാം. അപ്പൊ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഈ പ്ലസ് 50 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 50 ആവും. ഇവിടെ എത്ര വരാം, 16x 15x പോകുമ്പോ 1x ആണ് വരാം. എക്സ് ഈസ് ഈക്വൽ ടു 50. രണ്ട് സൈഡിൽ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഇത് നെഗറ്റീവ് ക്യാൻസൽ ആക്കാം. നമ്മുടെ എക്സ് എന്ന് വെച്ചാൽ എത്രയാ, 50 ആണ്. അതായത് 16 കളിക്ക് ശേഷമുള്ള അയാളുടെ ശരാശരി എത്രയാ, 50 ആണ് അല്ലേ? ഓക്കെ, ഉത്തരം 50 അവിടെ വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയണം കേട്ടാ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. നമ്മളിപ്പോ ഈ ഫോർമുല വരെ ഞാൻ പറഞ്ഞു, പിന്നെ അത് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ് വന്നത്. ഇനി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ക്ലാസ് ഞങ്ങൾ ലിങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ലിങ്ക് കണ്ടാൽ മതിയാവും. ഞാൻ അടുത്തേക്ക് പൊക്കോട്ടെ. ഇതിന്റെ ഫോർമുല ഉണ്ട്, ഞാൻ അതും കൂടി പറഞ്ഞുതരാം. ക്രിക്കറ്റ് കളിയിലെ ശരാശരി, അതായത് ഒരു കളിക്കാരൻ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ നിശ്ചിത റൺസ് നേടുകയും അത് കാരണം അയാളുടെ ശരാശരി കൂടിയാൽ പുതിയ ശരാശരി അല്ലേ? അപ്പൊ നമുക്ക് കാണേണ്ടത് പുതിയ ശരാശരി തന്നെയാണ് കാണേണ്ടത്. കാരണം നമുക്ക് ഇവിടെ എന്താ ചെയ്തേ, നമുക്കിവിടെ ശരാശരി കൂടാണ് ചെയ്തത് അല്ലേ? അപ്പൊ നമുക്ക് പുതിയ ശരാശരി എന്തായിരിക്കും, നേടിയ റൺസ്. ഇവിടെ നമ്മൾ നേടിയ റൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ വരണേ, നേടിയ റൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് 80 ആണ് വരണേ അല്ലേ? 16ാമത്തെ കളിയിൽ നേടിയ റൺസ് ഇൻറ്റു അല്ല മൈനസ് കളികളുടെ എണ്ണം. കളികളുടെ എണ്ണം ആകെ നമുക്ക് 16 അല്ലേ? 16 മൈനസ് 1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എത്ര വന്നേ, 2 അല്ലെ? ശരാശരി 16ാമത്തെ കളിയിൽ 2 കൂടാ ചെയ്തേ. നമുക്ക് ഇത് വെച്ച് നമുക്ക് ഈ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാം. 80 മൈനസ് 16 മൈനസ് 1 ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 80 മൈനസ് 16 മൈനസ് 1 എന്ന് പറയുമ്പോ 15 അല്ലെ? 15 ഇൻറ്റു 2 വരണേ. 15 2 എത്രയാ, 30 അല്ലേ? 80 മൈനസ് 30 സമം 50. നമുക്ക് ആൻസർ വരികയും ചെയ്തു. ഇനി പറയണ ശരാശരി കുറഞ്ഞു എന്നാണെങ്കിലുള്ള ഫോർമുലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പുതിയ ശരാശരി സമം നേടിയ റൺസ് പ്ലസ് കളികളുടെ എണ്ണം മൈനസ് 1. അതായത് ഇവിടെ മൈനസ്, ആദ്യത്തെ ഫോർമുലയിൽ മൈനസ് ഉള്ളത്, ഇവിടെ എന്താവും പ്ലസ്സും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഫോർമുല കൂടി എഴുതി വെച്ചോ, ഈ ഫോർമുല ഇട്ട് ചെയ്ത് നോക്കിക്കോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഇത്രയും കൂടി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത് നമുക്ക് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, മാത്രമേ ഉള്ളൂ. ക്രിക്കറ്റ് കളിയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വരാറുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആയോ? ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കയറി മറുപടി പറയണണ്ടാ. കമന്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. യെസ്, ആൻസർ ഒക്കെ ചെയ്ത് മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് സിയോണ് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന്. ക്ലിയർ ആവാത്തൊരു പറയണം കേട്ടാ. എല്ലാവരും പൈസ കൊടുത്ത് പഠിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം. 23ാമത്തെ ചോദ്യം നോക്കിക്കോ. 11 സംഖ്യകളുടെ ശരാശരി 21. എല്ലാ സംഖ്യകളോടും 4 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? അല്ലേ? അവിടെ അതിൻ്റെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട്. ഓരോ സംഖ്യയോടും 4 കൂട്ടുന്നതിനാൽ ശരാശരി 4 കൂടി വരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് തന്നെ കണ്ടെത്താം അല്ലെ? നമുക്കറിയാം 11 സംഖ്യകളുടെ ശരാശരി 21 അല്ലെ? ഇതിനെങ്ങനെ ശരിക്കും പറയണത്? അപ്പൊ നമുക്ക് ആകെ എത്ര വരണത് അല്ലെ? 21 ഇൻറ്റു 11 എത്ര വരണേ? ഓക്കെ, നമുക്ക് 231 വരും അല്ലേ?
എല്ലാ സംഖ്യകളോടും 4 കൂട്ടിയ പുതിയ ശരാശരി. ആകെ 11 സംഖ്യ ഉണ്ട്. 11 സംഖ്യയോടും കൂടി 4 കൂട്ടാന്ന് പറഞ്ഞാൽ എത്ര കൂടി ഇതിന്റെ കൂടെ? 11 × 4 കൂടുമ്പോ വെച്ചാൽ 44 കൂടി അല്ലെ? ഇത് നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി എത്ര വരും? 5, 4, 3, 7, 2, 275 വരും അല്ലെ? അങ്ങനെയല്ലേ വരാ? നമുക്കപ്പോ പുതിയ ശരാശരി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയിട്ട്, അല്ലെ ഞാൻ എഴുതി തെറ്റിന്ന് തോന്നുന്നു, നമുക്ക് ഇങ്ങനെയൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ നമ്മൾ ഓരോ സംഖ്യയോടും 4 കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരാശരി 4 കൂടി വരും. അതായത് 11 സംഖ്യയുടെ കൂടി 4 കൂടാണ് അല്ലെ? 11 സംഖ്യയുടെ കൂടി 4 കൂടാണ് ചെയ്യണേ. അപ്പൊ ശരാശരി എത്രയാ പറയാ? 4 കൂടുന്നു. അപ്പൊ നമുക്ക് 21ന്റെ കൂടെ എന്ത് ചെയ്താൽ 21ന്റെ കൂടെ 4 കൂട്ടിയാൽ മതി. എന്ത് ചെയ്യാം? 25 നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനത്തെയൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. സിമ്പിളാന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് കിട്ടാവുന്ന കാര്യം, നമുക്ക് ഇങ്ങനെ ചെയ്തൊന്നും പോണ്ട കാര്യമില്ല അല്ലെ? ചോദ്യം ഉത്തരമൊക്കെ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് പോവാം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 സംഖ്യകളുടെ ശരാശരി 12. 3 സംഖ്യ കേട്ടാ, 3 സംഖ്യ ഉണ്ട് ഇവിടെ. 3 സംഖ്യ. 3 സംഖ്യകളുടെ ശരാശരി 12. ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി 10. അവസാനത്തെ 2 സംഖ്യകളുടെ ശരാശരി 14 ആണെങ്കിൽ അവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ഉത്തരങ്ങൾ പെട്ടെന്ന് വന്നിട്ടില്ല. 3 സംഖ്യകളുടെ ശരാശരി 12 എന്ന് പറയുമ്പോ അല്ലെ, നമുക്ക് 3 സംഖ്യകളുടെ തുക എത്രയായിരിക്കും? അതായത് 3 സംഖ്യകളുടെ ശരാശരി നമുക്ക് 12 ആണ് അല്ലെ? 12 ആണ്. അപ്പൊ ഈ 3 സംഖ്യകളുടെ തുക നമുക്ക് എത്രയായിരിക്കും? 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് 12 × 3 = 36 ആണ് നമുക്ക് പറയാം അല്ലെ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നതാണ് ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി 10. ഇത് നമ്മളോട് പറഞ്ഞു കേട്ടാ. ഇത് നമ്മുടെ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മളോട് പറയുന്നത് ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 2 സംഖ്യ അല്ലെ? ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 10 ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇതിന്റെ തുക എന്തായിരിക്കും? ആദ്യത്തെ 2 സംഖ്യകളുടെ തുക എന്തായിരിക്കും? 10 × 2 = 20. അപ്പൊ 3 സംഖ്യകളുടെ കൂടെ തുക 36, ആദ്യത്തെ 2 സംഖ്യകളുടെ തുക 20. ഇനി നമ്മളോട് അടുത്തത് പറഞ്ഞ എന്താണ്? അവസാന 2 സംഖ്യകളുടെ ശരാശരി 14. അപ്പോ അവസാന 2 സംഖ്യകളുടെ എന്താണ്? സംഖ്യകളുടെ ശരാശരി. ഓക്കെ, ശരാശരി നമുക്ക് എത്രയാ? ശരാശരി 14. അപ്പോ അവസാനത്തെ 2 സംഖ്യകളുടെ തുക എത്രയായിരിക്കും? 14 × 2 = 28 ആയിരിക്കും. നമ്മളോട് ചോദിച്ചേക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അപ്പൊ എഴുതിയേക്കണ കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും സംഖ്യയുടെ തുക 20 അല്ലെ? രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകളുടെ, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സംഖ്യകളുടെ തുകയാണ് ഏത്? 20. രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകളുടെ തുകയാണ് 28. ഇതിൽ രണ്ടിലും ഏത് നമ്പർ ഉൾക്കൊണ്ടിട്ടുണ്ട്? 2 ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെ? 2 പ്രാവശ്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ നമ്പർ എത്രയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 28 - 20 ചെയ്താൽ മതി. നമുക്ക് 8 കിട്ടും. മനസ്സിലാവണുണ്ടാ? അതായത്
നമ്മൾ പറയണ ആദ്യത്തെ രണ്ട് സംഖ്യകളുടെ ശരാശരി തുക 20, അവസാനത്തെ രണ്ട് സംഖ്യകളുടെ ശരാശരി 28. ഈ 20ലും 28ലും രണ്ടാമത്തെ നമ്പർ കൂടിയിട്ടുണ്ട്, 2 പ്രാവശ്യം കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നമ്പർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ നമ്പറാണ് അല്ലെ. രണ്ടാമത്തെ നമ്പർ ഏതാ? 8ആണ്. അതായത് 28 - 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ നമ്പർ കണ്ടുപിടിച്ചൂടെ അല്ലെ? ഒന്നാമത്തെ നമ്പർ. ഓക്കെ, ഒന്നാമത്തെ നമ്പർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് രണ്ടാമത്തെ നമ്പറും ഒന്നാമത്തെ നമ്പറും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ വരണേ? 28 അല്ലേ വരണേ. അപ്പൊ ഒന്നാമത്തെ നമ്പർ കാണാലോ. ഒന്നാമത്തെ നമ്പർ എന്തായിരിക്കും? ഒന്നാമത്തെ നമ്പർ കാണുമെങ്കിൽ 20 - 8 ചെയ്താൽ നമുക്ക് 12 കിട്ടിയില്ലേ? 12 കിട്ടി. ഓക്കെ, നമുക്ക് എത്രയായി? 12 8 20 ആയി. ഇനി നമ്മളുടെ അടുത്ത് പറയണത് എന്താണ്? ഇനി നമ്മളോട് പറഞ്ഞേക്കണത് നമുക്ക് മൂന്നാമത്തെ നമ്പർ കിട്ടണം. നമുക്ക് 2 നമ്പർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പൊ മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാലോ എത്രയായിരിക്കും? മൂന്നാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് 28ൽ നിന്ന് 8 കുറയ്ക്കാം. 28 - 8 ചെയ്യാം, 20 കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 28 ഞാനൊന്ന് എഴുതിച്ചിട്ടോ. മൂന്നാമത്തെ നമ്പർ 28 എന്ത് ചെയ്യണ്ടേ? 28 - 16 ചെയ്യണ്ടേ. അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പറുകളുടെ തുകയാണ് എന്ത്? 28 അല്ലേ. അപ്പോ 28 രണ്ടാം ഓക്കെ അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എങ്ങനെ ചിന്തിച്ചാൽ മതി? നമ്പർ എത്രാമത്തെ നമ്പർ എന്ന് നമ്മൾ ചിന്തിക്കണമെന്നില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് 3ന്റെയും കൂടി തുക 36ആണ്. 36 - 8 + 12 ചെയ്താലും മതി കേട്ടാ. 36 - 20 ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് 3 സംഖ്യകളും കിട്ടി. 3 സംഖ്യകൾ ഏതൊക്കെയാ? 8, 12, 16. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 8ആണ് ഇതിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. 8ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, കിട്ടിയ ഇത്? ഇവിടെ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അതായത് 3 സംഖ്യകളുടെ ശരാശരി 12ആണ്. അപ്പൊ നമ്മൾ ആ 3 സംഖ്യകളുടെ തുക കണ്ടെത്തി 36. ആദ്യത്തെ 2 സംഖ്യകളുടെ ശരാശരി 10ആണ്. അപ്പൊ ആദ്യത്തെ 2 സംഖ്യകളുടെ തുക എന്തായി? 10 × 2 ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടി. പിന്നെ അവസാനത്തെ 2 സംഖ്യകളുടെ ശരാശരി എത്രയാ പറഞ്ഞേ? 14 പറഞ്ഞേ. അപ്പൊ അതിന് തുക 28 കിട്ടി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് രണ്ടാമത്തെ നമ്പർ എഴുതിയേക്കണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു നമ്പർ കണ്ടുപിടിച്ചു. അതായത് 28 - 20 ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു നമ്പർ കിട്ടി, അതാണ് 8. പിന്നെ നമുക്ക് അടുത്ത നമ്പർ കണ്ടെത്തിയത് എങ്ങനെയാണ്? അതായത് ഈ നമ്പറും അല്ലെ ഒന്നാമത്തെ രണ്ടാമത്തെ നമ്പർ കൂട്ടുമ്പോഴാണ് 20. 20ൽ നിന്ന് 8 കുറച്ച് 12 കിട്ടി. മൂന്നാമത്തെ നമ്പർ കിട്ടാനായിട്ട് നമുക്ക് 3 നമ്പറിന്റെ തുക നമുക്കറിയാം 36ആണ്. 36 - 8 + 12 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ ഏതാണ്? 8ആണ്. ഓക്കെ, 8, 12, 16 അതാണ് നമുക്ക് കിട്ടിയ 3 സംഖ്യകൾ. ഏതൊക്കെയാണ്? 8, 12, 16. ക്ലിയർ ആയി നിങ്ങൾക്ക്? ഓക്കെ, ഇവിടെ 8ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോവാം. ഓക്കെ, നമുക്ക് ചോദിക്കുന്നത് ചോദ്യമാണ് ഇത്. ഒരു കുട്ടി 10 സംഖ്യകളുടെ ശരാശരി എടുത്തപ്പോൾ 79 കിട്ടി അല്ലെ. 10 സംഖ്യകളുടെ ശരാശരി എടുത്തപ്പോൾ 79 കിട്ടി. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ 47ന് പകരം 97 എന്നും 82ന് പകരം 32 എന്ന് എഴുതി കൂട്ടിയതായിട്ട് കണ്ടു. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? 10 സംഖ്യയുടെ ശരാശരി എടുത്തപ്പോൾ 79 കിട്ടി. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ 47ന് പകരം 47 എന്ന് എഴുതണ്ടേ, പക്ഷെ ആൾ എന്ത് ചെയ്തു? 97 എഴുതി. എന്ന് വെച്ചാല് അയാളെ എക്സ്ട്രാ ആളെ എത്ര കൂട്ടിയിട്ടുണ്ട്? എക്സ്ട്രാ ആള് 47ന് പകരം 97 എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ എക്സ്ട്രാ എത്ര കൂട്ടിയിട്ടുണ്ട്? 50 കൂട്ടിപ്പോയി അല്ലെ. 82ന് പകരം 32 കൂട്ടി അല്ലെ. 82 എഴുതണ 32. അപ്പൊ ആൾ എത്ര കുറച്ചെടുത്തിട്ടുള്ളൂ? 82 - 32 ചെയ്ത് നോക്കാം അല്ലെ. 50 കുറച്ചെടുത്തു, അപ്പുറത്ത് 50 കൂട്ടിയെടുത്തു. അപ്പൊ എങ്കിൽ യഥാർത്ഥ ശരാശരി എത്രയാ വരാന്ന്?
ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് യഥാർത്ഥ ശരാശരി എത്രയാ, ഞാൻ തെറ്റിക്കാണ്ട് എഴുതിയെന്നുണ്ടെങ്കിൽ എത്രയാ? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ചിന്തിക്കാനുള്ള സമയം തരാം. അന്ന ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അലീഷ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തരം എന്താണ്? 79 തന്നെയാണ്. കാരണം എന്താ? ആ, അടുത്ത ആൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രേഷ്മ തോമസ് ഉത്തരം പറഞ്ഞു, നേഹ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു 47 പകരം അയാൾ 97 എഴുതിയത്. അതായത് 50 കൂട്ടി അല്ലേ? എക്സ്ട്രാ ആൾ എത്ര കൂട്ടി? എക്സ്ട്രാ 50 കൂട്ടി ആദ്യത്തെ കേസില്. രണ്ടാമത്തെ കേസിലോ 82 പകരം 82 എഴുതണം, അതിന് പകരം 32 എഴുതിയുള്ളൂ. അപ്പൊ ആൾ എത്ര ചെയ്തേ? എത്ര കുറച്ചു കൂട്ടി? 32 കുറച്ചു. 32 കുറച്ചു. അല്ല, 32 അല്ല, സോറി. അതായത് 82 32 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 82 പകരം 32 എഴുതാന്ന് പറഞ്ഞാ 50 കുറച്ച് എഴുതി അല്ലെ? 50 കുറച്ച് എഴുതി. ഓക്കെ, അപ്പോ ഒരു സ്ഥലത്ത് 50 കൂട്ടി, പക്ഷെ മറ്റേ സ്ഥലത്ത് 50 കുറച്ചു എന്ന് പറയുമ്പോൾ ശരാശരിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. 79 തന്നെയാ വരാം. കൂട്ടിയതിന് ഈക്വലായിട്ട് ഇപ്പുറത്ത് കുറച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് പോവാം. ഞാൻ എടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത് ക്ലോസ് ആയി പോയത്. ഓക്കെ, വന്നാ നിങ്ങൾക്ക് ഇത് കാണാൻ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് നിങ്ങളിലേക്ക് വന്നാ? ആവറേജ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള സ്ലൈഡ് വന്നോ നിങ്ങളിലേക്ക്? യെസ്. അപ്പൊ നമുക്ക് നമ്മള് കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്തതായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ചെയ്തോ. 5 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം. അതിൽ നിന്നും 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി, പകരം 40 കിലോ ഉള്ള ഒരാൾ വന്നു. ഇപ്പോഴുള്ള ശരാശരി ഭാരം എത്ര? ഫോർമുല വെച്ചും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്തോ. എനിക്ക് ഫോർമുല ഇല്ലാണ്ട് ചെയ്യണതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവാറുള്ളത്. കാരണം ഫോർമുലയൊന്നും അങ്ങനെ ഓർത്ത് വെക്കാറില്ല. നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഫോർമുലയൊക്കെ എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം അങ്ങനെ അല്ലാണ്ട് അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. നിർബന്ധമായിട്ടും ഫോർമുല ഓർത്ത് വെക്കേണ്ട സംഭവങ്ങളുണ്ട്, അത് നമ്മൾ ഓർത്ത് വെക്കണം. ഫോർമുല ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഫോർമുലയൊക്കെ പറ്റുന്ന ആൾക്കാരെ ഓർത്ത് വെക്കുക. നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുലയൊക്കെ ചെയ്യാൻ കിട്ടും.
ഓക്കെ, നമുക്ക് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഉത്തരങ്ങള് ഒരാളുടെ ഉത്തരം തെറ്റാണ്. നമുക്ക് ഉത്തരം ഏതാ വരുന്നേ? നമുക്ക് 43 വന്നിട്ടുള്ളത്. കമന്റ് ചെയ്യാത്തവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാ? ഏ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, നമുക്ക് എങ്ങനെ 5 പേരുടെ ശരാശരി ഭാരം 45 കിലോ എന്ന് പറയുമ്പോ അല്ലെ അവരുടെ ഇപ്പോൾ ശരാശരി അപ്പൊ നമുക്ക് അവരുടെ ഇപ്പോഴുള്ള ശരാശരി നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ഇങ്ങനെ നമുക്ക് ഫോർമുല ഇല്ലാതെ എങ്ങനെ ചെയ്യാം? 5 പേരുടെ ശരാശരി ഭാരം എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 45 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരണേ? നമുക്ക് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം, ഫോർമുല വെച്ചിട്ടും അല്ലാണ്ടും ചെയ്യാം. തൽക്കാലം രണ്ടും ചെയ്യാം. 5 ഇൻറ്റു 45 എത്രയാണ് വരണേ? 45 5 ചെയ്യുമ്പോൾ നമുക്ക് 225 വരുന്നത്. 225. ഇതിൽ നിന്ന് 50 കിലോ ഭാരമുള്ള ഒരാൾ പോയി. 225 50 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? അപ്പൊ അവരുടെ ഭാരം എത്രയായിട്ട് മാറി? 175 മാറി. പകരം 40 കിലോഗ്രാം ഉള്ള ഒരാൾ വന്നു അല്ലെ. പകരം 40 കിലോ ഉള്ള ഒരാൾ വരാന്ന് പറഞ്ഞാൽ 175 കൂടെ നമ്മൾ എത്ര ചേർത്തി അല്ലെ? എത്ര വന്നു? അപ്പൊ ഇവിടെ 215 വന്നു. അപ്പൊ വീണ്ടും 5 പേര് തന്നെയായി അല്ലെ. അപ്പൊ നമുക്ക് 215 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നമുക്ക് എന്താ വരാ? 4 20 എത്ര വരാ? 3 15. മനസ്സിലായ? ഇത് കൂടെ ഒന്നുകൂടി വിശദമായിട്ട് വേണമെങ്കിൽ എഴുതി കാണിക്കാം. അതായത് നമുക്ക് ടോട്ടൽ 5 പേരുടെ ടോട്ടൽ വെയിറ്റ് നമുക്ക് 225 അല്ലെ. ഇതിൽ നിന്ന് 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി. അപ്പൊ ബാക്കിയുള്ള 4 പേരുടെ വെയിറ്റ് എത്രയാ? 4 പേരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 4 പേരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 225 മൈനസ് 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരാ? 175. പിന്നെ എക്സ്ട്രാ ആള് വന്നു അല്ലെ. 5ാമത്തെ ആള് വന്ന ആളുടെ വെയിറ്റ് കൂട്ടുമ്പോൾ അപ്പൊ നമുക്ക് ആകെ എത്ര വരണേ? 175 പ്ലസ് നമ്മൾ 40 ചെയ്യണം അല്ലെ. 175 പ്ലസ് നമ്മൾ 40 ചെയ്യുന്നത്. 175 40 ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് എത്ര വരണേ? 215 വരും. അപ്പൊ ഈ പുതിയ ശരാശരി അല്ലെ, ഇപ്പോഴുള്ള ശരാശരി ഭാരം കാണണമെങ്കിൽ ഇപ്പോഴത്തെ ശരാശരി കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോഴത്തെ ശരാശരി സമം 215 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം നമ്മൾ അല്ലെ. ഒന്ന് ചെയ്ത് നോക്കിയേ. 43 നമുക്ക് ഉത്തരം വരും. കിട്ടിയ ബാക്കി എല്ലാവർക്കും കിട്ടിയത്? ഓക്കെ, എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡാണ് ചെയ്യിച്ചത്. ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ തന്നെ ഒന്ന് ഫോർമുല എടുത്തിട്ട് പേജ് മറച്ചു നോക്കുക. ഫോർമുല എടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടാ. ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. ഫോർമുല ചെയ്യുമ്പോൾ ഫോർമുല എങ്ങാനും മറന്നുപോയി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുടുംബത്തിൽ 6 പേരുടെ ശരാശരി വയസ്സ് 21 അത് ഇളയ കുട്ടിയുടെ പ്രായം 6 വയസ്സാണെങ്കിൽ ആ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്ര? നോക്കിക്ക, ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യാം. 6 പേരുടെ ശരാശരി വയസ്സ് നമുക്ക് 21 വയസ്സാണ്. ഏറ്റവും ഇളയ കുട്ടിക്ക് 6 വയസ്സ് അല്ലെ. ഇളയ കുട്ടിക്ക് നമുക്ക് 6 വയസ്സ് പ്രായമുണ്ട്. ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് കുടുംബത്തിന്റെ ശരാശരി വയസ്സ് എത്ര? ഉത്തരം കിട്ടിയോ? ഉത്തരം വന്നിട്ടുള്ള ഉത്തരം തെറ്റാണല്ലോ. വന്നിട്ടുള്ള ഉത്തരങ്ങൾ തെറ്റാണ്. നമ്മളോട് തന്നെ 6 പേരുടെ ശരാശരി വയസ്സ് 21 എന്ന് പറയുമ്പോ 6 പേരുടെ ടോട്ടൽ വെയിറ്റ് വീണ്ടും തെറ്റാണ്. ആരും ഉത്തരത്തിക്ക് എതിരില്ല. 6 പേരുടെ
ടോട്ടൽ ടോട്ടൽ വയസ്സ് കേട്ടാ. ടോട്ടൽ വയസ്സ് നമുക്ക് എത്രയാ വരണേ? ഓപ്ഷൻ ഡി. ഫസ്റ്റ് കമന്റ് ചെയ്ത ആ വ്യക്തി ആരാണ്? ഫസ്റ്റ് റൈറ്റ് ആൻസർ വന്നത് നിഷ അല്ലെ? ഫസ്റ്റ് റൈറ്റ് ആൻസർ. നമുക്ക് 18 ഉത്തരം വരണത്. ഓക്കെ, സെക്കൻഡ് അലീഷ വന്നിട്ടുണ്ട്. അപ്പൊ 6 പേരുടെ ടോട്ടൽ വയസ്സ് എത്ര വരാ? 21 × 6 ചെയ്ത് നമുക്ക് എത്ര വരണേ? 126 വരണേ അല്ലെ? അപ്പൊ ഞാൻ പറയട്ടെ, 6 വർഷം മുൻപ് ഇവരുടെ എല്ലാവരുടെയും ടോട്ടൽ വയസ്സ്, 6 വർഷം മുന്നേ ആ വീട്ടിൽ എത്ര പേരുള്ളൂ? 5 പേരുള്ളൂ അല്ലെ? അപ്പൊ 6 വർഷം മുമ്പ് ടോട്ടൽ ഏജ് എത്രയാവണേ? 126 - 6 = 120. നമ്മളോട് ചോദിച്ചേക്കണത് എന്താ? കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് കുടുംബത്തിന്റെ ശരാശരി എത്രയാന്ന് ചോദിക്കണേ അല്ലെ? അപ്പോ കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ളതെന്ന് പറയുമ്പോ എല്ലാവർക്കും, അതായത് ഈ വീട്ടിൽ 5 പേർക്കും എത്ര വയസ്സ് കുറവപ്പ? 6 വയസ്സ് കുറവല്ലേ അല്ലെ? അതായത് ഇപ്പൊ എല്ലാവർക്കും 6 വയസ്സ് കൂടി. കുട്ടി ജനിച്ചപ്പോ കുട്ടിക്ക് 6 വയസ്സാകുമ്പോ വീട്ടിലുള്ള എല്ലാവർക്കും 6 വയസ്സ് കൂടിയില്ലേ? അപ്പോ നമ്മളോട് ചോദിക്കേണ്ടത് എന്താണ്? കുട്ടി ജനിക്കുന്നതിന് മുൻപ് എല്ലാവരുടെയും അല്ലെ, മറ്റ്5 പേരുടെ വയസ്സ് അല്ലെ? കുട്ടി ജനിക്കുന്നതിന് മുൻപ്, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഉള്ള എല്ലാവരുടെയും വയസ്സ് അല്ലെ? എല്ലാവരുടെയും വയസ്സ് അതെത്ര വരാ? എല്ലാവരുടെയും വയസ്സ് എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 120 നിന്ന് എന്ത് കുറയ്ക്കണം? 120 - 5 × 6 കുറയ്ക്കണം വേണ്ടേ? 120 - 30 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര വരാ? 90. ഈ 5 × 6 എന്താ? കുട്ടി ജനിക്കുന്നതിന് മുന്നെന്ന് പറയുമ്പോ 6 വർഷം എല്ലാവർക്കും 6 വയസ്സ് വീതം കുറവായിരുന്നു അന്ന്. അപ്പോ കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ള ശരാശരി എത്ര വരണേ? ശരാശരി ശരാശരി എത്ര വരും? 90/5 ചെയ്യുമ്പോ നമുക്ക് എത്ര വരാ? നമുക്ക് 18 വരും. അതായത് കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ള ശരാശരി, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അല്ലെ? മുമ്പ് ശരാശരി ആവുമ്പോ 18. ഇപ്പൊ കിട്ടിയോ? ക്ലിക്കായ? എല്ലാവർക്കും ക്ലിക്കായോ? ഓക്കെ, ഓക്കെ, ശരി. നമുക്ക് അടുത്ത ചോദ്യക്ക് പോവാൻ തോന്നുന്നു അല്ലെ? ഇത് മനസ്സിലായി എന്ന് പറയുന്നവരെ പോലെ തന്നെ മനസ്സിലാവാത്തവർക്ക് മനസ്സിലായില്ല എന്ന് പറയാനായിട്ടുള്ള അവകാശം ഉണ്ട്. നിങ്ങൾ പറയാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 30 ആളുകളുടെ ശരാശരി വയസ്സ് 35. അതിൽ 20 ആളുകളുടെ ശരാശരി വയസ്സ് 20 ആയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി വയസ്സ് എത്ര? 30 ആളുകളുടെ ശരാശരി വയസ്സ് 35 അതിൽ തന്നെ 20 ആൾക്കാരുടെ വയസ്സ് എടുത്താൽ ശരാശരി 20 ബാക്കിയുള്ളവരുടെ ശരാശരി വയസ്സ് എത്ര? വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമാണ് ഇത്. യെസ്, നിഷ ഫസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഉത്തരം വരട്ടെ. യെസ്, സ്നേഹ കറക്റ്റ്. അലീഷ കറക്റ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 65 വരാ. നോക്കിയേ, 30 ആളുകളുടെ ശരാശരി വയസ്സ് 35 എന്ന് പറയുമ്പോ 30 പേരുടെ ടോട്ടൽ അല്ലെ? ടോട്ടൽ വയസ്സ് എത്രയാ വരണേ? 30 × 35 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ വരണേ? 5 × 3 = 15, 1 9 10. നമുക്ക് 1050 അല്ലേ വരണേ മൊത്തം. ഇനി 20 പേരുടെ ടോട്ടൽ എന്ന് പറയുമ്പോ 20 പേരുടെ ടോട്ടൽ എന്ന് പറയുമ്പോ 20 × 20 എത്ര വരാ? നമുക്ക് 400 വരാ അല്ലെ? അപ്പൊ ഈ 1000 ഇനി അപ്പൊ നമുക്ക് ആ 30 പേരുടെ 20 പേരുടെ വയസ്സ് കുറയ്ക്കുക. ബാക്കിയുള്ളവരുടെ ശരാശരി അല്ലേ കാണണ്ടേ? 30 പേരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 20 പേരുടെ വയസ്സ് കുറയ്ക്കാം. അതായത് 1050 നിന്ന്. അപ്പൊ നമുക്ക് 30 പേരുടെ ടോട്ടൽ 1050, 20 പേരുടെ ടോട്ടൽ വയസ്സിന്റെ ടോട്ടൽ 40. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 പേരുടെ
10 പേരാണ് പിന്നെ ബാക്കിയുള്ളത് അല്ലേ? 10 പേരുടെ ടോട്ടൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1050 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? നമുക്ക് 400 കുറയ്ക്കാം അല്ലേ? -400. അപ്പൊ എത്ര വരെ നമുക്ക് വരുന്നത്? ഓക്കെ, 650 വരും അല്ലേ? ഓക്കെ, നമുക്ക് 650. അപ്പൊ 10 പേരുടെ അല്ലേ, 10 പേരുടെ ശരാശരി, അതായത് ബാക്കിയുള്ളവരുടെ ശരാശരി ചോദിച്ചാണേ. 10 പേരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? 650 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരണേ? നമുക്ക് വരുന്നത് 65 അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, 65 കുറെ പേര് കിട്ടിയിട്ടുണ്ട് അല്ലേ? അടുത്ത ചോദ്യത്തിക്ക് പോട്ടെ ഞാൻ. ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ABC ഇവരുടെ ശരാശരി വയസ്സ് 30, BC ഇവരുടെ ശരാശരി വയസ്സ് 32. എന്നാൽ എയുടെ വയസ്സ് എത്ര? കണ്ട, ABCയുടെ ശരാശരി വയസ്സ്, അതായത് A+B+C. ഉത്തരം വന്നാ? A+B+C അവയുടെ ശരാശരി വയസ്സ് എന്ന് പറയുമ്പോൾ A+B+3 = നമുക്ക് 30 വയസ്സ് അല്ല, 30 വരണത് അവരുടെ ശരാശരി അല്ലേ? അപ്പോൾ ഒരു ടോട്ടൽ എത്ര വരും? A+B+C നമുക്ക് എത്ര വരണേ? 30×3 ചെയ്യുമ്പോൾ നമുക്ക് 90 വയസ്സ് വരും. 3 പേരുടെയും കൂടി ടോട്ടൽ നമുക്ക് 90 വരും. ഉത്തരം, നിങ്ങളുടെ ഉത്തരം ശരിയാണ് അല്ലേ? ഓക്കെ, ശരിയാണ് കേട്ടോ. നേഹ, സിയോണൊക്കെ ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആള് നിഷ ഫസ്റ്റ് ഉത്തരം നിഷേനെ പറഞ്ഞേ അല്ലേ? നിഷ പറഞ്ഞ ഉത്തരം. ഓക്കെ, 26 ആണ്. നമുക്ക് A+B+Cയുടെ എന്താണ് മൊത്തം ടോട്ടൽ നമുക്ക് 90 ആണ്. ഇനി നമുക്ക് B+Cയുടെ ശരാശരി വയസ്സ് 32 ആണ് എന്ന് പറയുമ്പോൾ അവരുടെ ടോട്ടൽ വയസ്സ് എത്രയാ? 32ന് 2 ചെയ്യാം. അപ്പൊ എത്ര വരും? 64 അല്ലേ വരാ അല്ലേ? അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എയുടെ വയസ്സ് എത്ര അല്ലേ? എയുടെ വയസ്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് മൂന്നാളുടെയും കൂടി വയസ്സ് 90 ആണ്, ബിയുടെയും സിയുടെയും കൂടി 64 ആണ്. അപ്പൊ എയുടെ വയസ്സിന് എന്ത് ചെയ്താൽ മതി? എയുടെ വയസ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 90 - 64 ചെയ്യാം. 26 ഉത്തരം കിട്ടും അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ശരാശരി അല്ല, നമ്മുടെ ഈ ശരാശരി നിങ്ങൾക്ക് സെറ്റ് ആയോ? എക്സാമിന് കൂടുതൽ ചോദ്യം ഇട്ട് തരാം. ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അതിന്റെ ആൻസർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടാ. എല്ലാം നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊക്കെ പല മോഡലുകളാണ്. അപ്പൊ അതൊക്കെ പഠിക്കുക. അതായത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരാൾ വരുന്നു, അപ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരാൾ വരുമ്പോ ഗ്രൂപ്പിന്റെ ഇത് എത്ര കൂടി, അല്ലെങ്കിൽ വന്ന ആളുടെ മാർക്ക് എത്ര, വന്ന ആളുടെ വയസ്സ് എത്ര, തൂക്കം എത്ര, അല്ലെങ്കിൽ ഒരാൾ പോയ ആളുടെ വയസ്സ് എത്ര, തൂക്കം എത്ര, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആവറേജ് കാണാം. ഇതൊക്കെയാണ് നമുക്ക് വരാറുള്ള ചോദ്യങ്ങൾ പൊതുവെ കേട്ടാ. അപ്പം നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. ഇത് കഴിഞ്ഞു പോയ ഭാഗങ്ങളാണെങ്കിലും റിവൈസ് ചെയ്യുക. എന്നാലാണ് നമുക്ക് അടുത്തടുത്ത ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് ഇതും കൂടി, ഇതിൽ പഠിച്ചതും കൂടി നമുക്ക് അപ്പുറത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.